ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മളെ നിധിയും ഹരീഷും സുധീഷും നികേഷും ഒക്കെ നമ്മളെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനയിലാണല്ലോ. അവസാനം അവരൊരു തീരുമാനത്തിലെത്താണ്, നമുക്ക് വേറൊരു പെണ്ണ് ആലോചിക്കാം, സുനന്ദയെ കാര്യം അവിടെ വിട്ടേക്ക്, നമുക്ക് വേറെ ഒന്ന് ആലോചിക്കാം എന്ന് പറയണേ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബ്രോക്കറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞാലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതും ഉണ്ടായിക്കോട്ടെ, പക്ഷേ കൂട്ടത്തിൽ നമുക്ക് വേറൊരു പണിയും കൂടി ചെയ്യാം, നമുക്ക് എന്തായാലും നല്ലൊരു മാട്രിമോണി സൈറ്റിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി അതിൻ്റെ പിറകെ പോവാണ്. നമ്മളെ നിധി വന്നിട്ട് ഫോൺ എടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മാട്രിമോണിയിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ബ്രദേഴ്സ് അൺമാരീഡ് എന്നൊക്കെ കൊടുക്കുമ്പോൾ ഇവരൊന്നും ഷോക്കാവുകയാണ്. പിന്നെ അവർ കൂടുതലായിട്ടുള്ളൊന്നും സംസാരിച്ചില്ല. പിന്നെ വയസ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ സുഭാഷ് ചേട്ടന് 32 പറയുമ്പോൾ നമ്മളെ നിധി ഒന്ന് നെട്ടുന്നുണ്ട്. 32 വയസ്സോ? അപ്പോൾ ഹരീഷ് പറയാം, കൂടുതൽ തോന്നൂലേന്ന്. കുറവേ തോന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എല്ലാവരും 38 തോന്നുന്നു പറയുമ്പോൾ ഒരിക്കലും ഇല്ല, അത് ഇയാളെ കണ്ടാൽ തോന്നും ഒരു 35 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സുഭാഷ് ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാട്ടോ. എന്തായാലും അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്, 3 മാസത്തെ പാക്കേജ് വേണോ അതോ 6 മാസത്തെ പാക്കേജ് വേണോ? അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അപ്പോൾ 3 മാസം കൊണ്ട് കല്യാണം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ 3 മാസം കൊണ്ട് ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം 3 മാസം കൊണ്ട് നടത്തണം എന്ന് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പേയ്മെൻറ്റ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ സുധീഷ് പറയാണ് സിമ്പിളായിട്ട് അടയ്ക്കാമല്ലോ എന്ന്. അപ്പോൾ നമ്മളെ നിധി പറയണം, എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടാണ് ഉള്ളത്, ഫോണും സിമ്മൊക്കെ പോയതുകൊണ്ട് നമ്മളെ ഇത് ആക്സസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സുധീഷ് പറയാണ്, അതിനെന്താ, അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ അടയ്ക്കാമെന്ന്. അപ്പോൾ ഇവരൊക്കെ ഞെട്ടോട്ടോ. ഹരീഷൊക്കെ സുധീഷാണെങ്കിൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ചിലവാക്കാത്ത ഒരാളാണ്. ഈ ഒരു കാര്യത്തിന് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, എനിക്ക് വേണ്ടി കുറേ ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ പൊക്കി പറയുന്നുണ്ട് നമ്മൾ സുഭാഷ് ചേട്ടനെ. അങ്ങനെ സുധീഷ് അപ്പം തന്നെ പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഹരീഷൊക്കെ ഒന്ന് ചെറുതായിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. മാട്രിമോണീൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ സുഭാഷ് ചേട്ടൻ കടന്നു വരുന്നത്. എന്താ എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ എന്താ ഇവിടെ സംസാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ സുധീഷാണെന്നുണ്ടെങ്കിൽ കയറി പറയുന്നുണ്ട് കേട്ടോ, സുഭാഷ് ചേട്ടനെ പെണ്ണാലോചിക്കാമെന്ന്. നമ്മളെ നിധിയാണെങ്കിൽ വിഷയം മാറ്റുന്നുണ്ട്. അതൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കുകയായിരുന്നു, ഓരോരുത്തർക്ക് ഇങ്ങനത്തെ പെണ്ണ് വേണമെന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളത് നികേഷിനാണ് കൂടുതൽ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നത്, സുഭാഷ് ചേട്ടന് അങ്ങനത്തെ പെണ്ണാണ് വേണ്ടതെന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ നിധി പറയാണ്, സുഭാഷ് ചേട്ടനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിനെ കുറിച്ച് യാതൊരുവിധ സങ്കല്പമില്ല. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുമ്പോൾ സുധീഷ് പിടിച്ചിരുത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ ഓരോന്നായിട്ട് പറയുന്നുണ്ട്, എനിക്ക് മുടിക്ക് കുറച്ച് നീട്ടം വേണം, പിന്നെ വഴക്കിടാനൊന്നും പാടില്ല, അതൊന്നും എനിക്ക് പറ്റൂല, എനിക്ക് വഴക്കിട്ടാൽ എൻ്റെ മനസ്സ് അങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് വഴക്കിടാത്തൊരു പെൺകുട്ടിയായിരിക്കണം, പിന്നെ ഞാൻ പാചകം നന്നായിട്ട് അറിയണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പാചകം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ആഹാ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് നമ്മൾ സുധീഷ് എല്ലാവരും പറഞ്ഞ് അത്ഭുതപ്പെടുക കേട്ടോ. സുഭാഷ് ചേട്ടൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ എന്ന് ഇവരും ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സുഭാഷ് ചേട്ടന് ഇല്ലാത്ത ഡിമാൻഡ്സ് ഇല്ല കേട്ടോ. ഒരുപാട് ഡിമാൻഡ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കളിയാക്കിയിട്ട് സുഭാഷ് ചേട്ടനെ ഇക്ലിയാക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാവരും കളിച്ചിരിയായിട്ട് തമ്മിൽ തമ്മിൽ സുഭാഷ് ചേട്ടൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരും ഒന്ന് ഷോക്കായി പോയി. അതെല്ലാം സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഷോക്കിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് സന്തോഷമാണ്. സുഭാഷ് ചേട്ടന് കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഡിമാൻഡ്സ് മനസ്സിൽ വെച്ച് നിൽക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ട്ടോ. എന്തായാലും ഡിവോഴ്സിൻ്റെ കാലാവധി കുറച്ചുകൂടി നിധി നീട്ടിത്തന്ന സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളിൽ നിധിയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണമെന്ന് നമ്മളെ സുധീഷിന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളുടെ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ട് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് സുധീഷ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. നമ്മളെ നിധിയാണെന്നുണ്ടെങ്കിൽ മാറാല തട്ടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളെ സുധീഷ് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തുമാത്രം ആഗ്രഹങ്ങളോ ജോലി പഠിപ്പ് അത് ഇതൊക്കെ വന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം എന്താ ഇവിടുന്ന് ചെയ്യുന്നത്, വർക്ക് ചെയ്യാത്ത ടി വി തുടച്ചുകൊണ്ടിരിക്കുന്നു, മാറാല തട്ടുന്നു, അപ്പം ഇതിനൊക്കെയാണോ നീ വന്നത്, നീ ഇതൊന്നുമല്ലല്ലോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ സ്വപ്നത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ പറയുന്നുണ്ട്, അതിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, അവൾ നാളെ കോളേജിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ മേടിക്കാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയണം, ഞാൻ മനസ്സിൽ കണ്ട് നീ ഫോണിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കുറച്ച് കയറി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവർ തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ആവുന്നുണ്ട്. നിധിയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് നിധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സുധീഷാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇടപെടുന്നുണ്ട്. നാളെ പോകുമ്പോൾ ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോകാം കാറിൽ, നീ ഒറ്റയ്ക്ക് പോകണ്ട, എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. നിധി പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എൻ്റെ
കാര്യങ്ങൾ നോക്കാൻ എനിക്ക് അറിയാം. നിങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് നോക്കാൻ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷ് പറയുന്ന ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ നീ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ എനിക്കിതിൽ യാതൊരുവിധ റോളും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ വിശ്വാസമില്ലേ, ഞാൻ കാരണമല്ലേ ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെനിക്കൊരു പൊടിക്ക് വിശ്വാസമില്ല. എനിക്ക് നിങ്ങളെ ഏട്ടനെയും അനിയന്മാരെയൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ നിങ്ങളെ വിശ്വാസമില്ല. നാവെടുത്ത നുണ മാത്രം പറയുന്നത് നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നൊക്കെയാണ് നമ്മളെ നിധി ചോദിക്കുന്നത്. എന്തായാലും സുധീഷിൻ്റെ കൂടുതലുള്ള ഈ ഒരു ഇടപെടൽ നിധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിധിയാണെങ്കിൽ അത് തുറന്നടിച്ച് പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പാവം നമ്മളെ സുധീഷാണെങ്കിൽ ഓ ഏറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവൻ എങ്ങനെയെങ്കിലും നമ്മളെ നിധിയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതൊന്നും നിധിയുടെ അടുത്ത് വർക്കാവുന്നില്ല. ലാസ്റ്റ് അവൻ സമ്മതിക്കുന്നുണ്ടോ, ഓക്കെ ഓക്കെ, ബഹളം വെച്ച് എല്ലാവരെയും അറിയിക്കേണ്ട എന്നുള്ള രീതിയിൽ അവൻ ആ സംഭാഷണം അവിടെ നിർത്തി പോകുന്നുണ്ട്. തിരിഞ്ഞു പോകുമ്പോൾ ഓ എന്തൊരു ഹുങ്ക എന്ന് പറയുമ്പോൾ അതും നമ്മളെ നിധി കേൾക്കുന്ന, എനിക്ക് കുറച്ച് ഹുങ്ക് കൂടുതൽ തന്നെയാണ്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഹുങ്ക് തന്നെയാണ്, അത് ഞാൻ ഒരിക്കലും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും നിധിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നാളെ കോളേജിലേക്ക് പോകുമ്പോൾ നിധിയുടെ കൂടെ സുധീഷും ഉണ്ടാവുമോ, അതോ നിധി ഒറ്റയ്ക്കാണോ പോകുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.